ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി സംസ്ഥാനത്ത് പൂർത്തിയായി. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി കെ മുരളീധരനും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ MP PK ബിജു EDക്ക് മുന്നിൽ ഹാജരായി. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ PK ഷാജൻ നാളെ ഹാജരായേക്കും. വെളുപ്പായിൽ TTA ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് കരുതിക്കുട്ടിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കേസിലെ മുഖ്യസാക്ഷി പ്രതിയെ തിരിച്ചറിഞ്ഞു. മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിലായി സൂചന. കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതികളായ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് കസ്റ്റഡിയിലായത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുബ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടന്നു. ഈ മാസം 9-നാണ് അശ്വതി കാവുതീണ്ട്. മറ്റത്തു ഇറിഗേഷൻ കനാലിന് കുറുകെ കടമ്പോട് പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് നടപ്പാലം അപകടാവസ്ഥയിൽ. കരിങ്കല്ല് തകർന്നതിനെ തുടർന്നാണ് പാലം ദുർബലാവസ്ഥയിലായത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിലെ സ്ഥാനാർത്ഥികളായ കെ മുരളീധരനും സുരേഷ് ഗോപിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ തൃശൂർ കളക്ട്രേറ്റിലെത്തിയാണ് ഇരുവരും തെരഞ്ഞെടുപ്പ് വരണാധികാരിയായ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയ്ക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചത്. 11:30 അയ്യന്തോളിലെ അമർ ജവാൻ ജ്യോതി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പത്രികാ സമർപ്പണം നടത്തിയത്. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, മുൻ സംസ്ഥാന പ്രസിഡന്റ് KV ശ്രീധരൻ മാസ്റ്റർ, പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപി, BDJS ജില്ലാ പ്രസിഡന്റ് അതുല്യ ഘോഷ് അടക്കമുള്ള മുന്നണി നേതാക്കളും പങ്കെടുത്തു. നല്ല ആത്മവിശ്വാസമാണ്. അതിപ്പോൾ ഇന്നുകൊണ്ടല്ല, ഇത്രയും ദിവസമല്ല, കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടുള്ള ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വൈബ്രേഷനുണ്ട്, ഒരു പൾസുണ്ട്. അത് വെച്ചിട്ടുള്ള ആത്മവിശ്വാസം. UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ പടിഞ്ഞാറേക്കോട്ടയിലെത്തി പിതാവ് K കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം 12:00 പ്രകടനമായാണ് അയ്യന്തോൾ കളക്ട്രേറ്റിലെത്തിയത്. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന പ്രകടനത്തിൽ നേതാക്കളടക്കം നൂറുകണക്കിന് പ്രവർത്തകരും അണിനിരന്നു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, TN പ്രതാപൻ MP, UDF ജില്ലാ ചെയർമാൻ MB വിൻസെന്റ്, അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ MLA TV ചന്ദ്രമോഹൻ, ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു. നല്ല കോൺഫിഡൻസ് ഉണ്ട്. ജനങ്ങൾ നല്ല രീതിയിൽ സ്ഥാനാർത്ഥിയെ വരവേൽക്കുന്നുണ്ട്. അതുകൊണ്ട് 101% വിജയം ഉറപ്പാണ്. TCV തൃശൂർ. SDPI എന്നല്ല, വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരുടെയും വോട്ട് സ്വീകരിക്കുമെന്ന് കെ മുരളീധരൻ. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SDPIയുടെ വോട്ട് വേണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു മുരളീധരൻ. പാർട്ടി നയമാണ് സതീശൻ പറഞ്ഞത്, എന്നാൽ തന്റേത് സ്ഥാനാർത്ഥി എന്ന നിലയിലുള്ള അഭിപ്രായമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വോട്ടർ പട്ടികയിൽ എല്ലാ വിവാദത്തിനും പേരുണ്ടാവുമല്ലോ. ആരൊക്കെയാണ് വോട്ടർ പട്ടികയിൽ, അവരുടെയൊക്കെ വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് ചില നയങ്ങളുണ്ട്. ആ നയങ്ങളാണ് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചത്. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നുണ്ട്, ന്യൂനപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കുന്നുണ്ട്. രണ്ടും തെറ്റാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതേ സമയത്ത് തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വോട്ട് തരാമെന്ന് പറഞ്ഞാൽ വോട്ടൊക്കെ കിട്ടും, പക്ഷേ ഞങ്ങളുടെ നയത്തിൽ മാറ്റമില്ല. നയം ഒന്ന് തന്നെയാണ്. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തൃശ്ശൂർ ലോക്സഭയിൽപ്പെട്ട മുഴുവൻ വോട്ടർമാരും അവരുടെ വോട്ടാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിക്ക് ലൈനുണ്ട്. വിഷയത്തിൽ കോൺഗ്രസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റേത് പ്രത്യേക മാനസികാവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇന്നലെ കൊടി ഉപയോഗിക്കാത്തതിനെ കുറിച്ച് പരാതി, ചിലത് കൊടി ഉപയോഗിക്കുന്നതിനെ കുറിച്ച് പരാതി. പിന്നെ SDPIയുടെ വോട്ട് വാങ്ങിയിട്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മന്ത്രി ശിവൻകുട്ടി മന്ത്രിയായിരിക്കുന്നത്. അതൊക്കെ സ്വീകരിച്ചല്ലോ അന്ന്. ഇവരുടെ കോൺഗ്രസിനെ അവർ പിന്തുണ പ്രഖ്യാപിച്ച മാത്രം ഒരു മോശക്കാർ. ഞങ്ങൾക്ക് അന്ന് വരെ നയം തന്നെയാണ്. ഞങ്ങളെ പിന്തുണച്ചപ്പോഴും എതിർത്തപ്പോഴൊക്കെ ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം ന്യൂനപക്ഷ വർഗീയതയും ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. TCV തൃശൂർ.
കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ എം പി പി കെ ബിജു ഇഡിക്ക് മുന്നിൽ ഹാജരായി. തട്ടിപ്പിന്റെ വിവരങ്ങൾ പി കെ ബിജുവിന് അറിയാമെന്ന് സാക്ഷികൾ മൊഴി നൽകിയിരുന്നു. പി കെ ബിജുവിന് കഴിഞ്ഞ ദിവസം ഇഡി നോട്ടീസ് അയച്ചിരുന്നു. കൌൺസിലർ പി കെ ഷാജിനും ഇഡി നോട്ടീസ് അയച്ചിരുന്നു. ഷാജിനോട് വെള്ളിയാഴ്ച ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കരുവന്നൂർ തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിക്കാൻ സിപിഎം നിയോഗിച്ച സമിതിയിൽ അംഗങ്ങളാണ് ഇരുവരും. മുൻ എം പിയായ സിപിഎം നേതാവിന് കേസിൽ പ്രതിയായ സതീഷ് കുമാറുമായി സാമ്പത്തിക ഇടപാടുണ്ടെന്ന് ഇഡി കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. തൃശൂർ സിപിഎം ജില്ലാ സെക്രട്ടറി എം വർഗീസിനോട് ബുധനാഴ്ച ഹാജരാകണമെന്ന് ഇഡി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഹാജരായിരുന്നില്ല. ഈ മാസം 26 വരെ ഹാജരാകാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഇഡിയെ അറിയിച്ചു. അതേസമയം സിപിഐഎം മറച്ചുവെച്ചെന്ന് ആരോപിക്കപ്പെടുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ 5 അക്കൌണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇഡി കൈമാറി. സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൌണ്ടുകൾ തുടങ്ങിയെന്നാണ് ആരോപണം. തൃശൂർ വളപ്പായിൽ ടി.ടി.എ. വിനോദിനെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തതിന് പിഴ ചുമത്തിയതിലുള്ള വൈരാഗ്യമെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കേസിലെ മുഖ്യസാക്ഷി പ്രതി രജനീകാന്തിയെ തിരിച്ചറിഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. കൊലപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടെയാണ് പ്രതി കുറ്റം ചെയ്തത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. കസ്റ്റഡി അപേക്ഷ ഉടനെ നൽകേണ്ടതില്ലെന്നാണ് പോലീസിന്റെ തീരുമാനം. സംഭവം നടന്ന ട്രെയിനിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. എറണാകുളത്ത് നിന്നാണ് പ്രതി രജനീകാന്ത് ട്രെയിനിൽ കയറുന്നത്. തൃശൂർ മുളങ്ങുന്നത്തുകാവ് സ്റ്റേഷൻ എത്തുന്നതിന് മുൻപാണ് ടിക്കറ്റിനെ സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നത്. പിഴയടപ്പിച്ച ശേഷം വിനോദ് വാതിലിന് അഭിമുഖമായി നിൽക്കുകയായിരുന്നു. പിന്നാലെ ഇരു കൈകൾ ഉപയോഗിച്ച് വിനോദിനെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. രജനീകാന്ത് ഒഡീഷ സ്വദേശിയാണ്. സംഭവം നടക്കുമ്പോൾ പ്രതി മദ്യലഹരിയിൽ ആയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. മൂർക്കനാട് ശിവക്ഷേത്രത്തിൽ ആറാട്ടുത്സവത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിലായതായി സൂചന. കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതികളായ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് പോലീസ് കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇതിനിടെ സംഭവം നടന്ന സമയത്തെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രതികളെന്ന് കരുതുന്നവർ വലിയ സംഘമായി ആക്രമണം നടന്ന സ്ഥലത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങളും ആക്രമണം നടക്കുന്നതിനിടെ ആളുകൾ ചിതറി ഓടുന്നതുമായ സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സംഭവത്തിൽ പരിക്കേറ്റ 5 പേരിൽ ആനന്ദപുരം സ്വദേശി പൊന്നിയത്ത് വീട്ടിൽ സന്തോഷിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിദഗ്ധ ചികിത്സയ്ക്കായി ഇയാളെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റ മറ്റ് 4 പേരും തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കോഴിക്കല്ല് മൂടൽ ചടങ്ങ് നടന്നു. മീനമാസത്തിലെ തിരുവോണനാള ഇന്ന് രാവിലെ ക്ഷേത്രാങ്കണത്തിൽ വടക്കേനടയിലെ ദീപസ്തംഭത്തിന് കീഴെ ഭഗവതി വീട്ടുകാർ കോഴിക്കല്ല് മൂടി ചെമ്പട്ടി വിരിച്ചു. ഭഗവതി വീട്ടിലെ പ്രതിനിധികളായ രാകേഷ്, ഭഗവതി, സുജിത്ത്, സുജയ്, പ്രഭവ്, ദേവദേവൻ, ബ്രഹ്മദത്തൻ എന്നിവർ കോഴിക്കല്ല് മൂടലിന് നേതൃത്വം നൽകി. തുടർന്ന് തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് ഭഗവതി വീട്ടിലെ കാരണവർ 3 വട്ടം വിളിച്ചു ചൊല്ലി. ഈ സമയം വടക്കേ മലബാറിൽ നിന്നെത്തിച്ച തച്ചോളി മാണിക്കോത്ത് തറവാട്ടുകാരും കൂട്ടരും കോഴിക്കല്ലിൽ പൂവൻ കോഴികളെ സമർപ്പിച്ചതോടെ ഭരണി ആഘോഷത്തിന് ശുഭാരംഭമായി. മേപ്പാട്ട് രാധാകൃഷ്ണൻ, പറമ്പത്ത് രാധാകൃഷ്ണൻ, സൂരജ്, തണ്ടരപ്പള്ളി, ജയചന്ദ്രൻ, ആയിഞ്ചേരി നാരായണക്കുറുപ്പ്, മാണിക്കോത്ത് വിജയരാഘവൻ എന്നിവർ കടത്തനാടൻ സംഘത്തിന് നേതൃത്വം നൽകി. ഈ മാസം 9-നാണ് കാവുതീട്ട്. കൊടുങ്ങല്ലൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ 7, 8, 9 ദിവസങ്ങളിൽ ഭക്തർക്ക് അന്നദാനം നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ക്ഷേത്രോപദേശക സമിതി, അന്നദാന യജ്ഞ സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ സേവാഭാരതി ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അന്നദാനം നടത്തുക. 3 ദിവസങ്ങളായി 2 ലക്ഷത്തിൽ പരം ഭക്തർക്ക് ഭക്ഷണം വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ, എ വിജയൻ എന്നിവർ പങ്കെടുത്തു.
മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന് കുറുകെ കടമ്പോട് പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് നടപ്പാലം അപകടാവസ്ഥയിലായി. പാലത്തെ താങ്ങി നിർത്തുന്ന കരിങ്കൽക്കെട്ട് തകർന്നതിനെ തുടർന്നാണ് പാലം ദുർബലാവസ്ഥയിലായത്. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിയിലെ വലതുകര മെയിൻ കനാലിന്റെ ശാഖയായ മറ്റത്തൂർ ഇറിഗേഷൻ കനാലിന്റെ കുറുകെയാണ് കോൺക്രീറ്റ് നടപ്പാലമുള്ളത്. പ്രദേശവാസികൾക്ക് കനാൽ മുറിച്ചു കടക്കാനായി നിർമ്മിക്കപ്പെട്ടതാണ് പാലം. 1956 മറ്റത്തൂർ കനാൽ പണി കഴിച്ചപ്പോഴാണ് പാലവും നിർമ്മിച്ചത്. മാരാങ്കോട് മുതൽ മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി വരെ 19 കിലോമീറ്ററോളം നീളമുള്ള മറ്റത്തൂർ കനാലിന് കുറുകെ ഇത്തരത്തിലുള്ള 10-ലേറെ നടപ്പാലങ്ങളുണ്ട്. കടമ്പോടുള്ള കോൺക്രീറ്റ് നടപ്പാലത്തിന്റെ ഒരു ഭാഗത്തെ കരിങ്കൽക്കെട്ട് തകർന്നത് സമീപത്തെ വീടുകൾക്കും ഭീഷണിയായിട്ടുണ്ട്. കരിങ്കൽക്കെട്ട് തകർന്നതോടെ ബണ്ട് ദുർബലമായി ഇടിയാൻ സാധ്യതയുള്ളതാണ് സമീപവാസികളെ ആശങ്കയിലാക്കുന്നത്. മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന കനാലിന്റെ ബണ്ട് ദുർബലമായ ഭാഗത്ത് പൊട്ടാനിട വന്നാൽ വെള്ളം വീടുകളിലേക്ക് കുത്തിയൊഴുകി നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നാണ് കനാലോരത്തുള്ള കുടുംബങ്ങളുടെ ആശങ്ക. മഴക്കാലത്തിന് മുൻപേ തകർന്ന കരിങ്കൽക്കെട്ട് പുനർനിർമ്മിച്ച് ബണ്ടും പാലവും സുരക്ഷിതമാക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. TCV കൊടകര. ചാലക്കുടി റെയിൽവേ പുഴമ്പാലത്തിന് മുകളിൽ വെച്ച് ട്രെയിനിൽ നിന്ന് ചാടിയ ഇതര സംസ്ഥാനക്കാരൻ മരിച്ചു. മധ്യപ്രദേശ് സ്വദേശി 40 വയസ്സുള്ള രാമകൃഷ്ണ ഭാവേദിയാണ് മരിച്ചത്. എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുകയായിരുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിൽ നിന്ന് ഇയാൾ പുഴയിലേക്ക് ചാടുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് ട്രെയിൻ ചാലക്കുടി സ്റ്റേഷനിൽ പിടിച്ചിട്ടു. ചാലക്കുടിയിൽ നിന്നും അഗ്നിശമന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി 1.5 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. പെരുമ്പിലാവ് കടവലൂർ പാടശേഖരത്തിലെ 200 ഏക്കർ നെൽകൃഷി വെള്ളമില്ലാതെ പൂർണ്ണമായി ഉണങ്ങി നശിച്ചു. ജലസേചന സംവിധാനങ്ങൾ സംയോജിപ്പിക്കാൻ അധികൃതർക്ക് കഴിയാതിരുന്നതാണ് കൃഷിനാശത്തിന് കാരണമായതെന്ന് കർഷകർ ആരോപിച്ചു. ലക്ഷക്കണക്കിന് രൂപയാണ് കർഷകർക്ക് നഷ്ടമുണ്ടായത്. കൃഷി കരിഞ്ഞുണങ്ങിയതോടെ വിള ഇൻഷുറൻസ് ലഭിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് പാടശേഖര സമിതിയും കർഷകരും. 30 വർഷം തരിശുകിടന്ന നെൽവയൽ ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്തതാണ് കർഷകർ കൃഷിയോഗ്യമാക്കിയത്. നാശത്തിന്റെ തോത് വലുതായതിനാൽ പ്രകൃതി ദുരന്തമായി പരിഗണിച്ച് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാം. ഇതിന് കളക്ടറുടെ ഉത്തരവ് വേണം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കൃഷിവകുപ്പിന് നിവേദനം നൽകുമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. പെരുമ്പിലാവ് കടവല്ലൂരിൽ വീടിന് തീപിടിച്ചു. ആലങ്ങോട്ട് പറമ്പിൽ വീട്ടിൽ അമ്മണി ബാപ്പിച്ചുവിന്റെ വീടിനാണ് തീപിടിച്ചത്. അടുപ്പിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ സമീപത്ത് കൂട്ടിവെച്ചിരുന്ന വിറകിലേക്ക് തീ പടർന്നതാകാമെന്നാണ് നിഗമനം. നാട്ടുകാർ വിവരമറിയിച്ചതോടെ കുന്നംകുളം അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തീയണച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നിക്സൺ പോൾ, ആദർശ്, ടോണി ജോസ്, ശ്യാം, ഗോഡ്സൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് തീയണച്ചത്. തളിക്കുളത്ത് വീടിനുള്ളിൽ വയോധിക ദമ്പതികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണം ഹൃദയസ്തംഭനം മൂലമാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഹാഷ്മി നഗർ നൂൽപ്പാടത്ത് വീട്ടിൽ 85 വയസ്സുള്ള അബ്ദുൾ ഖാദർ, ഭാര്യ 64 വയസ്സുള്ള ഫാത്തിമ ബീവി എന്നിവരാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച മരിച്ചത്. 24 മണിക്കൂർ മുൻപ് ഫാത്തിമ ബീവിയും 18 മണിക്കൂർ മുൻപ് അബ്ദുൾ ഖാദറും മരിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കുന്നംകുളം ചൂണ്ടലിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഡിവൈഡിൽ ഇടിച്ചുകയറിയ അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും കേശേരി ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ സ്കൂട്ടർ യാത്രികനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രികാലങ്ങളിൽ ഡിവൈഡർ വാഹനയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാൻ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്തതാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. അപകടങ്ങൾക്ക് കാതോർത്ത് ചാലക്കുടി പോട്ടയിലെ അലവി സെന്റർ ജംഗ്ഷൻ. നിരന്തരം സംഭവിക്കുന്ന വാഹനാപകടങ്ങൾക്ക് പരിഹാരം വേണമെന്ന ആവശ്യവുമായി നാട്ടുകാർ വിവിധ വകുപ്പ് മേധാവികൾക്ക് പരാതി നൽകി. വർഷങ്ങളായി അപകടങ്ങൾ പതിവായ ജംഗ്ഷനിൽ മിക്ക അപകടങ്ങളിലും ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് കൂടുതലും അപകടങ്ങൾ പിണഞ്ഞത്. ഇതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ്. പോട്ട അതിരപ്പള്ളി റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളും കുറുകെ മറ്റ് 2 റോഡുകളിലേക്കുമുള്ള സഞ്ചാരവുമാണ് നിരന്തര അപകടങ്ങൾക്ക് കാരണം. മോസ്കോ സെന്ററിൽ നിന്നും മെയിൻ റോഡിലേക്ക് കയറുന്ന ഭാഗം ഏറെ ഉയർന്നാണ് നിൽക്കുന്നത്. ഇതിലൂടെ കയറ്റം കയറിയെത്തുന്ന ഇരുചക്ര വാഹനങ്ങൾ അതിരപ്പള്ളി റോഡിലൂടെ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങളുടെ മുന്നിലെത്തിപ്പെടും. ഇത് അപകടത്തിൽ കലാശിക്കും. ഇരുചക്ര വാഹനങ്ങളെ രക്ഷിക്കുന്നതിന് ശ്രമിക്കുന്ന വലിയ വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് സമീപത്തെ കടകളിലേക്ക് ഇടിച്ചു കയറുന്ന സംഭവങ്ങളും ഏറെയാണ്. മെയിൻ റോഡിൽ ഹമ്പ് സ്ഥാപിക്കലടക്കമുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്ന് പൊതുപ്രവർത്തകൻ KN സുകുമാരൻ പറഞ്ഞു. ഈ നാലുംകൂടി ജംഗ്ഷനിൽ ആ താഴത്തുനിന്ന് കയറി വരുന്ന വണ്ടികൾക്ക് യാതൊരു തരത്തിലും അവിടെ ചവിട്ടി നിർത്താൻ പറ്റാത്തത്രയും കയറ്റാണ്. അപ്പോൾ ആ കയറ്റം കുറയ്ക്കും. അതുപോലെ തന്നെ കനകമല റോഡിൽ നിന്ന് വരുന്ന വണ്ടി ഒരു ഹമ്പിടും.
ഈ റോഡിൽ ഒരു ബ്രേക്ക് പെട്ടെന്ന് വണ്ടി പോകുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഒരു ബ്രേക്ക് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയില്ലെങ്കിൽ ആളുകൾ മരണപ്പെടും. എത്രയോ അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഈ കടക്കാരൊക്കെയാണ് അവരെ ഈ സെന്റ് ജെയിംസ് പോലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇടവിട്ട് അപകടത്തിൽപ്പെടുന്നവരെ രക്ഷിക്കൽ താനടക്കമുള്ള സമീപവാസികളുടെ ദൗത്യമായി മാറിയെന്ന് കടയുടമ KS ഹാരിഷ് പറഞ്ഞു. പരിഹാരം ആവശ്യപ്പെട്ട ചാലക്കുടി ഡിവൈഎസ്പി RTO, പൊതുമരാമത്ത് വകുപ്പ് മേധാവി എന്നിവർക്കാണ് നാട്ടുകാർ നിവേദനം നൽകിയത്. KN സുകുമാരൻ, KS ഹാരിഷ്, KV അനിലൻ, ഷാജു ചന്ദനപ്പറമ്പൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. TCV ചാലക്കുടി. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ കുടിവെള്ള സൗകര്യം ലഭ്യമാക്കുന്നതിന് നിരവധി പരാതികൾ നൽകിയിട്ടും കോർപ്പറേഷൻ അധികൃതർ അനങ്ങുന്നില്ലെന്ന ആക്ഷേപം. പ്രതിഷേധവുമായി ജില്ലാ പ്രൈവറ്റ് ബസ് എംപ്ലോയീസ് യൂണിയൻ INTUC രംഗത്ത്. ശക്തൻ ബസ് സ്റ്റാൻഡിൽ വാട്ടർ ATM, ഫിൽറ്റർ ചെയ്ത കുടിവെള്ളം എന്നിവ സൗജന്യമായി ലഭിക്കാനായി മേയർ, ഡെപ്യൂട്ടി മേയർ, കോർപ്പറേഷൻ സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവർക്ക് പരാതി നൽകിയിരുന്നു. വാർഡ് കൌൺസിലർ മുഖേന വിഷയം കോർപ്പറേഷൻ കൌൺസിലിൽ അവതരിപ്പിച്ചിട്ടും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ലെന്ന് INTUC യൂണിയൻ ഭാരവാഹികൾ വ്യക്തമാക്കി. കോർപ്പറേഷൻ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ശക്തൻ ബസ് സ്റ്റാൻഡിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കണമെന്ന് INTUC യൂണിയൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ സാഹിത്യ അക്കാദമിയിൽ CITU കേന്ദ്ര കമ്മിറ്റി അംഗം PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് AJ പോൾ അധ്യക്ഷത വഹിച്ചു. EBCWA സംസ്ഥാന സെക്രട്ടറി KC ഷിബു, EBCWA ജില്ലാ സെക്രട്ടറി PV സുകുമാരൻ, തൃശൂർ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഡിവിഷൻ സെക്രട്ടറി NG സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജനു ഗുരുവായൂർ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. 4 പതിറ്റാണ്ടിലേറെയായി മാതൃഭൂമിയുടെ ഗുരുവായൂർ ലേഖകനായിരുന്നു. മമിയൂർ നാരായണം കുളങ്ങര കോമത്ത് കുടുംബാംഗമാണ്. ചാട്ടുകുളം തെക്കൻ ചിറ്റഞ്ഞൂരിലാണ് താമസം. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രശസ്തി ലോകമെമ്പാടും എത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച പത്രപ്രവർത്തകനായിരുന്നു. ഗുരുവായൂരിന്റെ സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക രംഗങ്ങളിൽ നിറ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു. ഒട്ടനവധി പ്രസ്ഥാനങ്ങളുടെ മുഖ്യ അമരക്കാരനായിരുന്നു. 4 പതിറ്റാണ്ടായി ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യഗ്രഹ സമരസമിതിയുടെ ചെയർമാനായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് ഗുരുവായൂർ കോമത്ത് വീട്ടുവളപ്പിൽ നടക്കും. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി 15 ലിറ്റർ മദ്യം പിടിച്ചെടുത്തതായി ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ നോഡൽ ഓഫീസർ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നടക്കുന്ന കർശന പരിശോധനയുടെ ഭാഗമായി മതിയായ രേഖകളില്ലാതെ കൊണ്ടുപോയ 23,250 രൂപയുടെ 15 ലിറ്റർ മദ്യമാണ് എക്സൈസ് പിടിച്ചെടുത്തത്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരി തങ്ങൾപ്പടി ബസ് സ്റ്റോപ്പിന് സമീപം 3 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂരിലേക്ക് പോകുകയായിരുന്ന ടോറസ് വാഹനം മുന്നിൽ വന്ന ഇരുചക്ര വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ പുറകിൽ നിന്ന് വന്ന മീൻവണ്ടിയിലും മരം കയറ്റി പോകുകയായിരുന്ന ലോറിയിലും ഇടിക്കുകയായിരുന്നു. ആലപ്പുഴ സ്വദേശികളായ ജിനാസ്, ഗിരീഷ് എന്നിവരെ ഗുരുതര പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടോറസ് വാഹനത്തിലെ ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. ലോറിയുടെ ഡീസൽ ടാങ്ക് പൊട്ടി ഡീസൽ റോഡിൽ ഒഴുകി. ചെറുതുരുത്തി SI DS ആനന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് മുതൽ റെയിൽവേ സ്റ്റേഷൻ പരിസരം വരെ റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്ത്. വടക്കാഞ്ചേരി റെയിൽവേ മേൽപ്പാല പരിസരം സ്ഥിരം അപകട മേഖലയായി മാറുകയാണ്. റോഡിൽ അസൌകര്യങ്ങളും ഡിവൈഡറുകൾ ഇല്ലാത്തതുമാണ് അപകട കാരണമെന്ന് കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ ഉപനേതാവുമായ SA ആസാദ് പറഞ്ഞു. സർക്കാരും പൊതുമരാമത്ത് വകുപ്പും ഇതിനായി ഫണ്ട് അനുവദിച്ച് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. BJP കയ്പമംഗല നിയോജകമണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 43ാമത് ഗണേശൻ ബലിദാന ദിനം ആചരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ സെൽ കോർഡിനേറ്റർ PS അനിൽകുമാർ, മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കോവിൽ, OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സതീശൻ തെക്കിനിയടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം PC ജോർജ് ഉദ്ഘാടനം ചെയ്യും. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പ്രൊമോ വീഡിയോ പുറത്തിറക്കി. മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ തിരുനാൾ പ്രൊമോഷൻ വീഡിയോ സോഷ്യൽ മീഡിയയിൽ മികച്ച ജനപ്രീതി നേടി. പാവറട്ടി തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി വീഡിയോ പ്രകാശനം നിർവഹിച്ചു. ഷാരോൺ ഷാജു, സ്റ്റെനിൻ സ്റ്റീഫൻ, ഷിയ മരിയ റോയ്, ദിയ റോസ്, ഷിയോണ റോസ്, ഫിൽമി ഫ്രാൻസിസ് എന്നിവരാണ് അണിയറ പ്രവർത്തകർ.
ശാസ്ത്രമേഖലയിലെ വിശിഷ്ട ഫെലോഷിപ്പുകളിലൊന്നായ മേരി ക്യൂറി ഫെലോഷിപ്പിന് കൈപ്പറമ്പ് സ്വദേശി അർജുൻ കുറൂർ അർഹനായി. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ഡെൻമാർക്കിലെ സിലിക്കൺ ഫോട്ടോണിക്സ് ഫോർ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൽ 3 വർഷ ഗവേഷണത്തിനാണ് അവസരം ലഭിച്ചത്. 1,08,00,000 രൂപയാണ് സ്കോളർഷിപ്പ് തുക. ഫ്രീക്വൻസി കോംബ് എന്ന നൂതന സാങ്കേതിക വിദ്യയിലൂടെ ഇന്റർനെറ്റ് വേഗത വർദ്ധിപ്പിക്കുന്ന ഗവേഷണത്തിനാണ് സ്കോളർഷിപ്പ് ലഭിച്ചത്. വേലൂർ ഗ്രാമകം നാടകോത്സവ വേദിയിൽ കാണികളെ സ്വാഗതം ചെയ്യാൻ ശില്പങ്ങൾ ഒരുങ്ങി. നാടക പ്രവർത്തകരും ചിത്രകാരന്മാരും ശില്പികളും ഒന്നായി ചേരുന്ന ഗ്രാമകം നാടകോത്സവം വേലൂരിന്റെ തനത് സ്വഭാവങ്ങളിൽ ഒന്നാണ്. നാടകവും ശില്പകലയും ഒന്നാണ് എന്ന സന്ദേശം ഉയർത്തിയാണ് നാടകവേദിയുടെ കവാടങ്ങളിൽ ശില്പങ്ങൾ സ്ഥാപിക്കുന്നത്. നാടക പ്രവർത്തകരിൽ ഭൂരിഭാഗം പേരും ശില്പകലയിൽ പ്രാവീണ്യമുള്ളവരാണ്. ശില്പകലയും ചിത്രകലയും നാടകവും ഒത്തുചേരുന്നത് കലാസ്വാദകർക്ക് നല്ല കാഴ്ചയാണ് സമ്മാനിക്കുക. ഇത്തവണയും വേലൂരിലെ ശില്പികളായ ജയൻ പാത്രാമംഗലം, ശശിയാത്താണി, സുർജിത് കൃഷ്ണ, പ്രവീൺ കുമാർ, ജോൾസൺ വേലൂർ, കെ മോഹനൻ എന്നിവരാണ് ശില്പങ്ങൾ തയ്യാറാക്കുന്നത്. പട്ടിക്കാട് ആൽപ്പാറ കനാലും പുറത്തുനിന്ന് 3 ആൺകുട്ടികളെ മാരുതി ഒമിനി വാനിൽ തട്ടിക്കൊണ്ടുപോയതായി പരാതി. 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പോലീസിന് ഇത് സംബന്ധിച്ചുള്ള വിവരം നൽകിയത്. വിദ്യാർത്ഥിയുടെ മൊഴി പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നവർ പീച്ചി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ 0472284040. കൊടകര പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ നടത്തിപ്പിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച് ഇത് സംബന്ധിച്ച അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് കൊടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കോൺഗ്രസ് ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം പ്രനീല ഗിരീശൻ, ബിജി ഡേവിസ്, ജോയ് ചെമ്പകശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. നന്ദിക്കരയിൽ പ്രവർത്തിച്ചിരുന്ന പറപ്പുകര ഗ്രാമപഞ്ചായത്ത് ഷെഡ്യൂൾഡ് കാസ്റ്റ് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപക സംഖ്യ തിരിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷൻ മാർച്ചിനൊരുങ്ങി ആക്ഷൻ കൌൺസിൽ. അധികൃതർക്ക് നിരവധി നിവേദനങ്ങളും പരാതികളും സമർപ്പിച്ചിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് നാളെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നതെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. 150ഓളം പേരിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിച്ച 3 കോടി രൂപയിലേറെ തിരിച്ചു നൽകാനുണ്ട് എന്നാണ് നിക്ഷേപകർ പറയുന്നത്. ആക്ഷൻ കൌൺസിൽ ചെയർമാൻ പ്രസന്നകുമാർ, കൺവീനർ ബൈജു ചെല്ലിക്കര, BJP മണ്ഡലം പ്രസിഡന്റ് അരുൺ, മറ്റ് ഭാരവാഹികളായ KK സതീശൻ, ശ്രീതി ആനേടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പുത്തൂർ സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ സമരസമിതി യോഗം BJP ജില്ലാ സഹകരണ കൺവീനർ MV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. TP പോൾ അധ്യക്ഷത വഹിച്ചു. സഹകരണ സെൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സർജാദാസ്, ഗിരിജ വിശ്വംഭരൻ, മോഹൻദാസ് പണിക്കർ, ഹരി മഠത്തിൽ, സമരസമിതി ചെയർമാൻ KD ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. മോഹൻദാസ് അവർ പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിരിക്കുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട. ഇപ്പം ഇതുവരെ കണ്ടുപോന്നിരുന്നത് നമ്മൾ മുണ്ടത്തിക്കോട് സ്നേഹകൂടാരത്തിലെ 20 വിദ്യാർത്ഥിനികളുടെ കഥകളി ചൊല്ലിയാട്ട അരങ്ങേറ്റം നടന്നു. ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലായിരുന്നു അരങ്ങേറ്റം. ഗുരു കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥിനികളുടെ പഠനം. ദുര്യോധനവധം കഥയിൽ ശ്രീകൃഷ്ണനായ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യൻ, പാഞ്ചാലിയായി കലാമണ്ഡലം അരവിന്ദ്, ദുര്യോധനായ കലാമണ്ഡലം ജിനോഷും വേഷമിട്ടു. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ സമാപിച്ചു. ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് സമാപനമായത്. ഫാദർ ജിയോ ആലപ്പാട്ടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമാണ് പ്രദക്ഷിണം ആരംഭിച്ചത്. വെള്ളക്കുതിരയുടെ പുറത്ത് പുണ്യാളൻ എഴുന്നള്ളിച്ചത് ഇത്തവണത്തെ പ്രദക്ഷിണത്തെ വ്യത്യസ്തമാക്കി. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, കൺവീനർ CD ജോസഫ്, ജോയിന്റ് കൺവീനർ ബേബി കാവീട്ടിൽ, കൈക്കാരന്മാരായ വർഗീസ് നീലങ്കാവിൽ, PV ബാബു, AT ജോസഫ്, പബ്ലിസിറ്റി കൺവീനർ വിപിൻ വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി. ഇരട്ടക്കുളങ്ങര നെജുമുൽ ഹുദ മദ്രസയിൽ സമൂഹ നോമ്പ് തുറയൊരുക്കി. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, പ്രതിപക്ഷ നേതാവ് K അജിത് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, നഗരസഭാ കൌൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ പങ്കെടുത്തു.
ചാലക്കുടി മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ഫാദർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ കെ സിറാജുദ്ദീൻ അധ്യക്ഷനായി. ചാലക്കുടി ടൗൺ ഇമാം ഹുസൈൻ ബാഗവി മുഖ്യപ്രഭാഷണം നടത്തി. സംവിധായകൻ സുന്ദർദാസ്, ചലച്ചിത്ര താരം രാജീവ് രാജൻ, ജോബി മേലെടുത്ത്, വാഴച്ചാൽ DFO ആർ ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ പുതുക്കാട് പോലീസ് കാപ്പ ചുമത്തി തടങ്കലിലാക്കി. ആമ്പല്ലൂർ, പച്ചളിപ്പുറം, അറക്കൽ വിശാഖിനെയാണ് 6 മാസത്തേക്ക് കാപ്പ ചുമത്തി ജയിലിൽ പാർപ്പിച്ചത്. കല്ലൂർ, പച്ചളിപ്പുറം പ്രദേശങ്ങളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നിരന്തരം സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനാലാണ് പ്രതിയെ തടങ്കലിലാക്കിയത്. മുൻപും ഇയാളെ കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു. പുതുക്കാട് SHO നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ പൂർത്തിയാക്കിയത്. പഴയന്നൂർ അന്നപൂർണേശ്വരി ഭഗവതി ക്ഷേത്രത്തിൽ ആറാട്ട് നടന്നു. തന്ത്രി കൃഷ്ണൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പള്ളിപ്പുറത്തപ്പന്റെയും ഭഗവതിയുടെയും വിഗ്രഹങ്ങൾ കിഴക്കേച്ചിറയിലെത്തിയ ശേഷം തന്ത്രി സകല തീർത്ഥങ്ങളെയും കുളത്തിലേക്ക് ആവാഹിച്ചു. തുടർന്ന് ദേവീദേവന്മാർ മഞ്ഞളിൽ നീരാടി ആറാട്ട് നടത്തി. നീരാട്ടിന് ശേഷം കരയ്ക്ക് കയറിയ ഭഗവാനെയും ഭഗവതിയെയും നിറപറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ചു. തുടർന്ന് അഞ്ചരം സ്ത്രീ പുരുഷ ഭേദമില്ലാതെ കണ്ണിലെഴുതുന്നതും ഉത്സവ സമാപന ദിനത്തിലെ പ്രത്യേകതയാണ്. കയ്പമംഗലം വഴിയമ്പലം അയിരൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. വഴിയമ്പലം സെന്ററിൽ നിന്നും 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കാഴ്ചശിവേലിക്ക് തുടക്കമായി. ഗജവീരൻ കുന്നത്ത് രാമു ഭഗവാന്റെ തിടമ്പേറ്റി. മേള പ്രമാണിമാരായ കിഴക്കൂട്ടാനിയന്മാരാർ, കലാമണ്ഡലം ശിവദാസന്മാരാർ എന്നിവരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും പഞ്ചാരിമേളവും അരങ്ങേറി. ക്ഷേത്രം തന്ത്രി തരണനല്ലു പടിഞ്ഞാറേമന അനിൽ പ്രകാശ് നമ്പൂതിരിപ്പാട്, ക്ഷേത്രം തന്ത്രി ശ്രീനിവാസൻ എമ്പ്രാന്തിരി, ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ BS അശോകൻ എന്നിവർ നേതൃത്വം നൽകി. വഞ്ചിപ്പുര ചാപ്പാക്കടവിൽ നടന്ന ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമായി. വേലൂർ ഇഫ് ക്രിയേഷൻസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 7ാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏപ്രിൽ 5 മുതൽ 9 വരെ വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലാണ് നാടകോത്സവം നടക്കുന്നത്. നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 6:30 കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി നിർവഹിക്കും. സംഘാടക സമിതി ചെയർപേഴ്സൺ ഡോക്ടർ കലാമണ്ഡലം രജിത രവി അധ്യക്ഷയാകും. മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് വിളംബര ജാഥ നടത്തി. വികാരി ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി എന്നിവർ ചേർന്ന് വിളംബര ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. മണ്ണുത്തി, നെല്ലങ്കര പള്ളികളിൽ വിളംബര ജാഥയ്ക്ക് സ്വീകരണം നൽകി. കൺവീനർമാരായ ജിപ്സൺ തോമസ്, വിൽബിൻ വിൽസൺ, പ്രിൻസ് മേനാച്ചേരി, ട്രസ്റ്റിമാരായ വിൽസൺ പ്ലാക്കൽ, കൊച്ചുവർക്കി തരകൻ, സോജൻ മഞ്ഞില തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ മാസം 5, 6, 7, 8 തീയതികളിലാണ് തിരുനാൾ. തൃശൂർ ഓസ്തെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയും കേരള ഫെഡറേഷൻ ഓഫ് ഓസ്തെറ്റിക് ആൻഡ് ഗൈനക്കോളജിസ്റ്റും സംയുക്തമായി ലോകാരോഗ്യ ദിനമായ ഞായറാഴ്ച തൃശൂർ നഗരത്തിൽ വാക്കത്തോൺ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്ന ഈ വർഷത്തെ ലോകാരോഗ്യ ദിന സന്ദേശം ഉൾക്കൊണ്ട് നടത്തുന്ന വാക്കത്തോൺ ഞായറാഴ്ച രാവിലെ 6:30 നായ്ക്കനാലിൽ DMO ഡോക്ടർ TP ശ്രീദേവി ഉദ്ഘാടനം ചെയ്യും. തൃശൂരിലെ വിവിധ സംഘടനകളിൽ നിന്നുൾപ്പെടെ 500-ലേറെ പേർ പങ്കെടുക്കുന്ന വാക്കത്തോണിൽ ശിങ്കാരിമേളം, സുംബ, ഫ്ലാഷ് മോബ് എന്നിവയും അരങ്ങേറും. തൃശൂർ ഓസ്തെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ പ്രസിഡന്റ് ഡോക്ടർ ബിന്ദു മേനോൻ, സെക്രട്ടറി ഡോക്ടർ ശ്യാമ ദേവദാസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കേരള മുസ്ലിം ജമാഅത്ത് SYS SSF ചാമക്കാല മഹല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഖാരി ഉദ്ഘാടനം ചെയ്തു. കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് പ്രസിഡന്റ് AC അബ്ദുൽ അസീസ് ഹാജി അധ്യക്ഷനായി. സോൺ വൈസ് പ്രസിഡന്റ് ടി അബ്ദുൽ മജീദ് ഹാജി, TA മുഹമ്മദ് അലി ഹാജി, AM റസാഖ്, അബ്ദുൽ ഖാദർ സഖാഫി, ജാബിർ സാദി എന്നിവർ സംസാരിച്ചു. സ്വതന്ത്ര എഴുത്തുകാരുടെ കൂട്ടായ്മയായ മലയാള കാവ്യസാഹിതിയുടെ ജില്ലാ സമ്മേളനം ഞായറാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ SK വസന്തൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി ആദരണം, കവിയരങ്ങ്, അംഗങ്ങളുടെ ചിത്രപ്രദർശനം എന്നിവയുമുണ്ടാകും. മലയാളം കാവ്യസാഹിതി ജില്ലാ പ്രസിഡന്റ് സുദർശനകുമാർ വടശ്ശേരിക്കര, സെക്രട്ടറി ബേബി പേനകം, മറ്റ് ഭാരവാഹികളായ പ്രൊഫസർ VA വർഗീസ്, ചന്ദ്രമോഹൻ കുമ്പളങ്ങാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അമല മെഡിക്കൽ കോളേജ് പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡോക്ടർ എബ്രഹാം G. തോമസ് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. അമല പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഡോക്ടർ ജയകൃഷ്ണൻ കോലാടി, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഫെനിൽ രാജു എബ്രഹാം, PRO ജോസഫ് വർഗീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കവിയും ഗാനരചയിതാവുമായ PK പള്ളത്തിന്റെ ഗാനങ്ങളുടെ സമാഹാരമായ ഗാനാർച്ചന എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് ശനിയാഴ്ച റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ റീജിയണൽ തിയേറ്ററിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ചലച്ചിത്ര പിന്നണി ഗായകൻ P. ജയചന്ദ്രൻ പുസ്തകം പ്രകാശനം നിർവഹിക്കും. തുടർന്ന് ഗായകനും സംഗീത സംവിധായകനുമായ KP ബാലമുരളി നയിക്കുന്ന ഗാനസന്ധ്യ അരങ്ങേറും. JK പള്ളത്തിന്റെ മകളായ നയന, പ്രദീപ് ചന്ദ്രൻ, രാധിക മേനൻ, സഹോദരൻ P. ബാലകൃഷ്ണൻ, സഹോദരപുത്രൻ M. രാഹുൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുക്കാട്ടുകര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. പള്ളിവേട്ട കാഴ്ചശീവേലിക്ക് ചെറുശ്ശേരി കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയായി കൊമ്പൻ ഒല്ലൂക്കര ജയറാം തിടമ്പേറ്റി. വടക്കുന്നാഥൻ ഗണപതി, ചോപ്പീസ് കുട്ടിശേഖരൻ എന്നിവർ കൂട്ടാനകളായി. വൈകിട്ട് ദേശവലത്തും കുനിശ്ശേരി അനിയന്മാരാരും സംഘവും നയിച്ച പള്ളിവേട്ടയും നടന്നു. ചാലക്കുടി പോട്ട പാമ്പാമ്പോട്ട് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം 6, 7, 8 തീയതികളിൽ ആഘോഷിക്കും. 6-ന് ശനിയാഴ്ച ഉത്സവത്തിന് കൊടിയേറും. തട്ടകത്തെ കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളുണ്ടാകും. 7-ന് വൈകിട്ട് ആനച്ചമയ പ്രദർശനം നടക്കും. ഉത്സവദിനമായ തിങ്കളാഴ്ച കാഴ്ചശീവേലിയിൽ 7 ഗജവീരന്മാർ അണിനിരക്കും. വൈകിട്ട് 6-ന് മഠത്തിൽ വരവും താലിവരവും നടക്കും. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ വത്സൻ ചമ്പക്കര, വത്സൻ, CN മനോഹരൻ, CN പീതാംബരൻ കോനത്ത് എന്നിവർ പങ്കെടുത്തു. ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ ഏപ്രിൽ 6-ന് ചാലക്കുടി ലയൺസ് ക്ലബ്ബിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ചടങ്ങിൽ ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായധനം വിതരണം ചെയ്യും. പ്രസിഡന്റ് ഡേവിസ് കല്ലിങ്ങൽ, ട്രഷറർ VS സന്ദീപ്, സാജു പാത്താടൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K. മുരളീധരനും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുൻ MP PK ബിജു EDക്ക് മുന്നിൽ ഹാജരായി. കരുവന്നൂരിൽ ED സജീവമാകുന്നത് CPM BJP ഡീൽ ഉറപ്പാക്കാൻ വേണ്ടിയാണെന്ന് K. മുരളീധരൻ. വെളപ്പായയിൽ TTA ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് കരുതിക്കൂട്ടിയെന്ന റിമാൻഡ് റിപ്പോർട്ട്. കേസിലെ മുഖ്യസാക്ഷി പ്രതിയെ തിരിച്ചറിഞ്ഞു. മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിലായതായി സൂചന. കൊലപാതകമടക്കം നിരവധി കേസുകളിൽ പ്രതികളായ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് കസ്റ്റഡിയിലായത്. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ച് കോഴിക്കല്ല് മൂടൽ നടന്നു. ഈ മാസം 9-നാണ് അശ്വതി കാവുതിണ്ട്. മറ്റത്ത് ഇറിഗേഷൻ കനാലിന് കുറുകെ കടമ്പോട് പ്രദേശത്ത് നിർമ്മിച്ചിട്ടുള്ള കോൺക്രീറ്റ് നടപ്പാല അപകടാവസ്ഥയിൽ. കരിങ്കൽക്കെട്ട് തകർന്നതിനെ തുടർന്നാണ് പാലം ദുർബലാവസ്ഥയിലായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.